തിരഞ്ഞെടുത്ത 5 സാമ്പത്തിക പത്രങ്ങളിൽ നിന്നും ഈ 2 വാർത്തകൾ വീതമാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം എക്കണോമിക് ടൈംസിൽ നിന്നും തന്നെ തുടങ്ങുകയാണ്. IIM A Executive MBA highest salary drops from rupees 1 crore to nearly rupees 50 lakhs in a year, a 6-year low. Indian Institute of Management Ahmedabad's 1-year PGPX program for executives saw the highest maximum earning potential drop to rupees 54.8 lakh per annum, a 6-year low, contrasting starkly with last year's 1.08 crore. The median earning potential, however, saw a rise to rupees 35 lakh with 67 first-time recruiters among the 105 total recruiters. So, IIM അഹമ്മദാബാദിലെ ഒരു വർഷത്തെ PGPX പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിഞ്ഞ 6 വർഷത്തെ കാലയളവിൽ ഏറ്റവും കുറഞ്ഞ സാലറി ഒക്കെയാണ് ആൾക്കാർക്ക് ലഭിച്ചു എന്നുള്ളൊരു വാർത്തയാണ് കൊടുത്തിട്ടുള്ളത്. ഹയസ്റ്റ് സാലറി 1 കോടിയിൽ ഒക്കെ ആയിരുന്നത് ഇപ്പോൾ 50 ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 6 വർഷത്തെ ഏറ്റവും കുറഞ്ഞ സാലറി ലെവലാണ് റിക്രൂട്ടേഴ്സ് ഈ വിദ്യാർത്ഥികൾക്ക് കൊടുത്തത് എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ മീഡിയൻ സാലറി, ആവറേജ് സാലറിയിൽ ചില വർധന ഉണ്ടായിട്ടുണ്ട്. മീഡിയൻ സാലറിയിൽ 35 ലക്ഷമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ആവറേജ് ആയിട്ട് ആൾക്കാർക്ക് കിട്ടുന്ന സാലറി 35 ലക്ഷമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 105 സ്ഥാപനങ്ങളാണ് IIM അഹമ്മദാബാദിൽ വന്ന് റിക്രൂട്ട്മെന്റ് നടത്തിയതെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. വേൾഡ് ബാങ്ക് rises India's 2024-25 growth forecast to 7%. The World Bank has increased India's growth forecast for 24-25 to 7%, previously set at 6.6%. Despite a slowdown in the first quarter caused by reduced government spending, the economy is expected to remain strong. ലോക ബാങ്ക് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വളർച്ച 6.6% ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. അവരുടെ കഴിഞ്ഞ അനുമാനത്തിൽ ഇപ്പോൾ അവർ അത് വർദ്ധിപ്പിച്ചിട്ട് 7% ആക്കിയിട്ടുണ്ട്. 2024-25 കാലയളവിൽ ഇന്ത്യൻ സമ്പദ്ഘടന 7% വളർച്ച നേടുമെന്നാണ് ഇപ്പോൾ വേൾഡ് ബാങ്ക് പറയുന്നത്. ഒന്നാം പാദത്തിലെ വളർച്ചക്കുറവ് വലിയ പ്രശ്നമൊന്നുമല്ല. സർക്കാരിന്റെ ചെലവ് അധികം നടന്നില്ല. ഇലക്ഷൻ ഒക്കെ പ്രഖ്യാപിച്ചത് കാരണം സർക്കാർ അധികം ചെലവഴിച്ചത്, അതൊക്കെ കാരണമാണ് കുറച്ച് സ്ലോ ഡൗൺ ആയത്. എന്നാൽ വീണ്ടും ഇന്ത്യൻ എക്കോണമി 7% ഉയർന്ന് വളർച്ച നേടുമെന്നാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. ഫൈനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ out of 1.9 trillion MSME credit gap, only 289 billion fulfilled by formal lenders, says RBI's Michael Patra. Medium and small enterprises in the countries have overall finance demand of around $1,955 billion. That is 1.9 trillion Indian rupees, of which debt-based demand is estimated at 1.5 trillion Indian rupees, said Michael Debapatra, Deputy Governor of Reserve Bank of India, at an event organized by the Confederation of Indian Industry. Speaking on the role of finance in actualizing India's growth ambitions at the Financing 3 Summit, preparing for Vikasit Bharat, Patra said MSMEs are crucial to India's economic and social progress. അപ്പോൾ മീഡിയം സ്മോൾ എന്റർപ്രൈസസിനുള്ള കടം, അവർക്ക് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനുള്ള വായ്പ തോത് അവർക്ക് ഏകദേശം അവർക്ക് വേണ്ടിയത് 1.9 ലക്ഷം കോടി രൂപയാണ് അവർക്ക് വേണ്ടത് ഒരു വർഷം. എന്നാൽ അവർക്ക് മുഴുവനായിട്ടും ഫോർമൽ സെക്ടറിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് ഈ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായ മൈക്കൽ പാത്ര പറഞ്ഞത്. അവർക്ക് കടമായിട്ട്, അതായത് 2 വിധത്തിലുള്ള ക്യാപിറ്റലാണ് അവർക്ക് വേണ്ടത്, കടമായിട്ടും ഓഹരിയായിട്ടും. അത് കടമായിട്ടാണ് 1.5 ലക്ഷം കോടി അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഫോർമൽ സെക്ടറിൽ നിന്നും മുഴുവൻ പൈസയും കിട്ടുന്നില്ല. MSME ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു വലിയൊരു ഘടകമായിരിക്കും അവരുടെ സക്സസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. India to have 150 fintech unicorns with a $500 billion valuation by 2030 report. Indian fintech ecosystem is expected to have 150 unicorns with a combined valuation of $500 billion by 2030, said a report by investment banking firm JM Financial and a fintech focused VC firm Beams Fintech Fund on Tuesday. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന സാമ്പത്തിക വളർച്ചയുടെ ആക്കം കൂട്ടിക്കൊണ്ട് ഒരു 150 ഫിൻടെക് യൂണിക്കോൺസ് ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട് 2030 ആകുമ്പോഴും എന്നാണ് ഒരു JM ഫിനാൻഷ്യലും ബീംസ് ഫിൻടെക് എന്ന് പറഞ്ഞുള്ള ഒരു കമ്പനി ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൽ അവർ വിശദീകരിക്കുന്നത്. $500 ബില്യൺ കമ്പൈൻഡ് 150 യൂണിക്കോൺസിന്റെ കമ്പൈൻഡ് വിപണി മൂല്യം $500 ബില്യൺ ആയിരിക്കും. അതായത് 50,000 കോടി അമേരിക്കൻ ഡോളർ
ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു $100 കോടി വാല്യുവേഷൻ വരുമ്പോഴാണ് ഒരു കമ്പനിയെ യൂണിക്കോൺ എന്ന് പറയുന്നത്. 100 കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇപ്പോഴത്തെ രൂപയുടെ വിനിമയ നിരക്ക് അനുസരിച്ച് 8300 കോടി രൂപയുടെ വിപണി മൂല്യം വരുമ്പോഴാണ് ഒരു കമ്പനിയെ യൂണിക്കോൺ എന്ന് പറയാൻ സാധ്യതയുള്ളത്. അങ്ങനെ 150 പുതിയ ഫിൻടെക് മേഖലയിലെ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നത്. പിന്നെ നമ്മൾ മിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ സെബി ടു ഇംപ്ലിമെന്റ് സിംഗിൾ കോർപ്പറേറ്റ് ഫയലിംഗ് സിസ്റ്റം അക്രോസ് എക്സ്ചേഞ്ചസ്. SEBI chief Madhabi Puriput said on Monday that there would be soon be a mechanism to automatically populate a single filing made by companies onto other exchanges. If you file your disclosure with one exchange, it will automatically go on all exchanges. ഇപ്പോ ഒരു കമ്പനി പല ഓഹരി വിപണികളിൽ അവരുടെ ഓഹരി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഓഹരി വിപണിയിലും അവർ ചെന്ന് അവരുടെ കമ്പനിക്ക് അനുബന്ധമായ ഓരോ കാര്യങ്ങൾ പുറത്തിറക്കുമ്പോൾ ഫയൽ ചെയ്യേണ്ടിയുള്ള ഒരു റിക്വയർമെന്റ് ഉണ്ട്. അത് മാറ്റി കുറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ സെബി കൊണ്ടുവരുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ ഇൻഫർമേഷൻ ഫയൽ ചെയ്താൽ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അത് ഒരു സിംഗിൾ മെക്കാനിസം വഴി എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ICICI ബാങ്ക് എന്ന ഓഹരി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ലിസ്റ്റിംഗ് അഗ്രിമെന്റ് പ്രകാരം ഓരോ നടപടികൾ എടുക്കുമ്പോഴും ബോർഡ് മീറ്റിംഗ് എടുക്കുമ്പോഴും എല്ലാം ഇതൊക്കെ അറിയിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇനി അറിയിച്ചാൽ മതി, എല്ലാ സ്ഥലത്തും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും എന്നാണ് സെബി പുതിയൊരു ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 2.75 lakhs mobile numbers disconnected, 50 entities blacklisted. TRAI cracks down on spam callers. Telecom access providers have blacklisted 50 companies and disconnected 2.75 lakh telecom resources as a strict action against spam calls by unregistered telemarketers. അപ്പോൾ ഇന്ത്യയിൽ ഈ സ്പാം കോളേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ട്രൈന്റെ ഒരു വാർത്താക്കുറിപ്പിൽ അറിയിച്ചതാണ് 2.75 ലക്ഷം മൊബൈൽ കണക്ഷൻ സ്പാം കോളേഴ്സിന്റെ റിപ്പോർട്ടിൽ വന്നത് കാരണം ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. 50 കമ്പനീസിനെ ബ്ലാക്ക് ലിസ്റ്റും ചെയ്തിട്ടുണ്ടെന്നാണ് ട്രൈന്റെ ഡിസ്ക്ലോഷറിൽ പറയുന്നത്. ട്രൈ എന്ന് പറഞ്ഞാൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ SEBI to implement a single corporate filing system across exchanges. ഇതേ വാർത്ത ഞാൻ ഇതിനു മുമ്പ് വായിച്ചതാണ്. ഇതിൽ ഇപ്പൊ വായിച്ച വാർത്ത തന്നെയാണ് മിന്റിൽ നിന്നും. ഒരു എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്താൽ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചിലോട്ട് ഇൻഫർമേഷൻ അയക്കാനുള്ള ഇത് വരുമെന്നും ബിസിനസ് ലൈനിലും ഒരു പ്രധാന വാർത്തയായിട്ട് തന്നെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാർത്ത ബിസിനസ് ലൈനിൽ ഫounder സുഭാഷ് ചന്ദ്ര says he will not cooperate with SEBI, accuses chairperson of bias. Entertainment founder Subhash Chandra refuses to cooperate with SEBI probe, accuses chairperson of corruption and bias. So founder ആയ സുഭാഷ് ചന്ദ്ര എന്ന് പറഞ്ഞ വ്യവസായി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിന്റെ എൻക്വയറിക്ക് വിധേയമായിട്ടുണ്ട്. അദ്ദേഹം സെബിയുമായിട്ട് സഹകരിക്കില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് സെബിയുടെ ചെയർപേഴ്സൺ ആയ മാധബി പുരിപുച്ച് അഴിമതി ചെയ്തിട്ടുള്ള ആളെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മൾ ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ സെബി വർക്കിംഗ് ഓൺ സിംപ്ലിഫൈഡ് റൂൾസ് ഫോർ ഫോറിനേഴ്സ് ഇൻവെസ്റ്റിംഗ് ഇൻ ഗവൺമെന്റ് ബോണ്ട്സ്. Securities and Exchange Board of India is working on allowing simplified registration rules for foreigners investing only in government bonds. അപ്പോ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യൻ സർക്കാരിന്റെ കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കാനുള്ള കാര്യങ്ങൾ സുഗമമാക്കാൻ വേണ്ടി ഒരു ഈ സിംപ്ലിഫൈഡ് പ്രോസസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നു എന്നുള്ളൊരു വാർത്തയാണ് ബിസിനസ് സ്റ്റാൻഡേർഡ് പറയുന്നത്. 10ാമത്തെയും അവസാനത്തെയും വാർത്ത ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ടാർഗറ്റ്സ് നിയർലി $7 billion valuation through the initial public offer. India's Bajaj Housing Finance is targeting a valuation of rupees 58,297 crore rupees through its initial public offering. A term sheet showed on Tuesday. ഇന്ത്യയിലെ ഒരു വലിയൊരു ഹൗസിംഗ് കമ്പനിയായ ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് അവരുടെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുവഴി അവർ ഓഹരികൾ വിൽക്കുന്നു. അത് അവരുടെ വിപണി മൂല്യം അവർ 58,297 കോടി രൂപയുടെ വിപണി മൂല്യമാണ് അവർ ഈ IPO വഴി അവർ പ്രതീക്ഷിക്കുന്നതെന്ന് ഒരു റിപ്പോർട്ടിൽ പറഞ്ഞതായി ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ ഓഹരി വിപണി സെൻസെക്സ് ഫ്ലാറ്റ് ആയിരുന്നു. 4.4 പോയിന്റ് താഴ്ന്ന് 82,555.44 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 1.15 പോയിന്റ് ഉയർന്ന് 25,279.85 വ്യാപാരം അവസാനിപ്പിച്ചു.
സ്വർണത്തിന്റെ 10 ഗ്രാമിന്റെ വില 71 രൂപ ഇടിഞ്ഞ് 71,530 ക്ലോസ് ചെയ്തു. രൂപയുടെ വിനിമയ നിരക്ക് 83 രൂപ 96 പൈസയായിരുന്നു ഇന്നലെ വിനിമയ നിരക്ക്. ഇതൊക്കെയാണ് ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ. ഇതിനെ ശ്രമിച്ച എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഓവർ ടു യു, ശിലൻ.